ആന്റണി വർഗീസ് എന്ന് പറയുന്ന ആർട്ടിസ്റ്റിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് അദ്ദേഹത്തിന്റെ ഇടിയാണ്. സോ അദ്ദേഹത്തിനെ ഒരു ബോക്സിംഗ് മൂവിയിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു മൂവി നൽകുന്ന സിനിമാറ്റിക് എക്സ്പീരിയൻസ് വളരെ വലുതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു റൊട്ടീൻ സ്റ്റോറി ആണെങ്കിലും വളരെ എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു നറേഷനാണ് മൂവി ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എവിടെയും ഒരു ബോറടിയോ മടുപ്പോ ഒന്നും തോന്നുന്നില്ല. അങ്ങനെ കാര്യമായിട്ട് ഡൾ മൊമെന്റ്സ് ഒന്നും വന്നിട്ടില്ല. ഈ ഒരു സിനിമയുടെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് മോ ഇസ്മായിൽ എന്ന് പറയുന്ന ഈജിപ്ഷ്യൻ അമേരിക്കൻ ആക്ടർ ചെയ്യുന്ന ഒരു കേന്ദ്ര കഥാപാത്രവും അബു എന്ന് പറയുന്ന ആന്റണി വർഗീസ് ചെയ്യുന്ന ക്യാരക്ടറുമായിട്ടുള്ള ഒരു മേജർ കോൺഫ്ലിക്റ്റ് ആണ് സിനിമയുടെ മെയിൻ പ്ലോട്ടിൽ വരുന്നത്. സോ അത് സിനിമയിൽ എങ്ങനെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് സിനിമയുടെ ഹൈലൈറ്റ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൊട്ടീൻ സ്റ്റോറി ആണെങ്കിലും ഈ ഒരു മോ ഇസ്മായിലിന്റെ ക്യാരക്ടറിന്റെ ആ ഒരു സ്വാഗ്, ആറ്റിറ്റ്യൂഡ്, മാനറിസംസ് ഒക്കെ തന്നെ വളരെ കിടിലനായിട്ടാണ് തോന്നിയത്. അതൊരു ഫേമസ് ബോക്സർ ക്യാരക്ടറാണ്. സോ ഒരു ദിവസം അബു എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടർ ഇങ്ങനെ ജോലിക്കൊന്നും പോകാൻ താല്പര്യമില്ലാത്തൊരു ക്യാരക്ടറാണ്. ഭാര്യയാണ് കുടുംബം നോക്കുന്നത്, ഒരു മകളുണ്ട്. സോ അങ്ങനെ പോകുന്ന ആ ഒരു ക്യാരക്ടർ ഒരു ദിവസം ബൗൺസറായിട്ട് ഒരു പരിപാടിക്ക് പോകുമ്പോൾ അവിടെ നടക്കുന്ന അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഈ ഒരു അബുവിന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നു. സോ അതാണ് സിനിമയുടെ കോർ സ്റ്റോറി. പിന്നെ അങ്ങോട്ട് ബോക്സിംഗ് മാച്ചിനോട്ടുള്ള ആ ഒരു ബിൽഡപ്സ് ഒക്കെയാണ് സിനിമ ഫോക്കസ് ചെയ്യുന്നത്. സോ സിനിമ എവിടെയും സമയം കളയുന്നില്ല. വളരെ നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ടാണ് സിനിമ ആ ഒരു എഡിറ്റിംഗ് ഒക്കെ സിനിമയുടെ വന്നിരിക്കുന്നത്. വളരെ എൻഗേജിംഗ് ആയിട്ട് പറയുന്ന ഒരു മൂവിയാണ്. സോ സിനിമയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് നേരത്തെ പറഞ്ഞ പോലെ മോ ഇസ്മായിലിന്റെ പെർഫോമൻസും അതുപോലെ തന്നെ ഈ ഒരു പെപ്പയുടെ ആ ഒരു ഫിസിക്കൊക്കെ ഈ ഒരു സിനിമയിൽ വളരെ നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സിനിമയിലെ ആ ഒരു ആക്ഷൻ കൊറിയോഗ്രഫി ഒക്കെ വളരെ കിടിലനായിട്ടാണ് വന്നിരിക്കുന്നത്. ആ ഒരു പെപ്പയുടെ ഫിസിക്കൊക്കെ ഇത് നല്ല സെറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. സോ ആ ഒരു ആക്ഷൻ കൊറിയോഗ്രഫി ഒക്കെ നല്ലൊരു രീതിയിലാണ് ഈ ഒരു സിനിമയിൽ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ക്ലൈമാക്സ് ഫൈറ്റ് ആണെങ്കിലും ഈ ഒരു സിനിമയിൽ പല ഭാഗങ്ങളിൽ വരുന്ന ആക്ഷൻ സീക്വൻസസ് ഒക്കെ ആണെങ്കിലും എല്ലാം നല്ല ഒരു ഫീൽ ആയിരുന്നു. അതുപോലെ തന്നെ ജസ്റ്റിൻ വർഗീസിന്റെ മ്യൂസിക്കും വളരെ കിടിലനായിട്ടാണ് ഈ ഒരു മൂവിയിൽ ആ ഒരു എക്സിക്യൂഷനിൽ വന്നിരിക്കുന്നത്. സോ അതായിരുന്നു ഈ സിനിമയുടെ മേജർ ഹൈലൈറ്റ്സ്. വിജയരാഘവന്റെ ക്യാരക്ടർ പ്ലേസ് ചെയ്തിരിക്കുന്ന രീതി, ആ ഒരു സ്ക്രീൻ പ്രസൻസ്, ആ ഒരു ക്യാരക്ടറിന്റെ അതൊക്കെ എടുത്ത് പറയേണ്ട ഒന്നാണ്. ഇപ്പോൾ ലിജോ മോൾ ജോസ് ആണെങ്കിലും ഷൈജു കുറുപ്പ് ആണെങ്കിലും ആന്റണി വർഗീസ് ആണെങ്കിലും മോ ഇസ്മായിൽ ആണെങ്കിലും എല്ലാവരും തന്നെ കിടിലനായിട്ടാണ് ആ ഒരു ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിനിമ എവിടെയും മടുപ്പിക്കുന്നില്ല. സോ വളരെ നല്ലൊരു സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു ദാവീദ് തന്നത്.